ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും ചേർന്നൊരു മെഴുക്കുവരട്ടിയാണ്. വ്യത്യസ്തവും വളരെ രുചിയേറിയതുമാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, കൂടെ തന്നെ 10 വെണ്ടയ്ക്ക ചെറുതായി ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വറ്റൽമുളക് ചതച്ചത് കൂടി ചേർക്കാം. മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, ഉരുളക്കിഴങ്ങിന് ആവശ്യമായത്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. മൂടി തുറക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഹൈയിൽ വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ആകുമ്പോൾ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ നന്നായിട്ട് പെട്ടെന്ന് മാറി കിട്ടും. ഒന്ന് വഴണ്ട് വരുന്ന സമയം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം. ഇപ്പോൾ എരിവും ഉപ്പും എല്ലാം പാകമാണോ എന്ന് നോക്കണം. എല്ലാം റെഡിയാണെങ്കിൽ നന്നായി ഫ്രൈ ആയി വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ രുചിയോടെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കാണില്ല. അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.